1968 വിമാനാപകടത്തിൽ മരിച്ചവരെ കണ്ടെത്താനുള്ള ദൗത്യം 10 ദിവസം കൂടി തുടരും. ദൗത്യത്തിന്റെ വിശദാംശങ്ങൾ പ്രതിരോധ മന്ത്രിയെ വ്യോമസേന അറിയിച്ചുവെന്നും ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ 56 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വിമാന അപകടമാണ്. ഈ അപകടത്തിലെ 4 പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ മഞ്ഞിൽ പുതഞ്ഞ നിലയിലായിരുന്നു അവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഇത് ബാക്കി മൃതദേഹങ്ങളൊക്കെ പുറത്തെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഈ ദൗത്യം ഇനിയൊരു 10 ദിവസത്തേക്ക് കൂടി നീളുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങൾ ഈ സേന തന്നെ പ്രതിരോധ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഇതുവരെ കൈക്കൊണ്ടുവന്നിട്ടുള്ള നടപടികൾ, ഒപ്പം തന്നെ ഇന്നലെ ആ ദൗത്യത്തിന്റെ തുടർ നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും, ഇത് 10 ദിവസത്തേക്ക് കൂടി കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ടെന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതിരോധ മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് പാസിലാണ് വ്യോമസേനയുടെ NI-12 വിമാനം തകർന്ന് മലയാളികളടക്കം കാണാതായത്. ഇവരുടെ ബന്ധുക്കളെയും വ്യോമസേന അധികൃതർ വിവരം അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം ദൗത്യം പൂർത്തിയാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്നും വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് 10 ദിവസത്തേക്ക് കൂടി ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായി വരുമെന്ന് അറിയിച്ചിരിക്കുന്നത് വ്യോമസേന. എസ് കെ.